കോഴിക്കോട് ഈ കാണുന്ന വിനോദ് വില്ല എന്ന് പറയുന്ന ഹോം സ്റ്റേയിലായിരുന്നു ഇന്നലെ താമസിച്ചത്. വാടക 1500 ആയിരുന്നു. ശരി ഏട്ടാ, ഓക്കെ. ചൂടുള്ള പത്തനും ചായയും. വെള്ളം എടുക്കാൻ പോയിട്ടാണ് ഉള്ളത്, പള്ളിയിൽ. വെള്ളം എടുത്തിട്ട് പോവാം. നമ്മളൊരു 5 മണിക്കായിരുന്നു അവിടെ നിന്ന് വിട്ടത്. വാളാഞ്ചേരിയാണ് സ്ഥലം. നല്ല കയറ്റാണ്, നല്ല വളവാണ്. നല്ല ടോപ്പ് ഗിയറിലിട്ടിട്ടായി പോകും. നല്ലോണം പോവാം. നല്ല ചിക്കൻ പാർട്സ്, വെള്ളപ്പവും ചായയും. അങ്ങനെ മലപ്പുറത്തെ പിലാക്കിൽ നിന്ന് ചായയും കുടിച്ച് നമ്മൾ വീണ്ടും വിട്ടു. കോട്ടപ്പടി കുന്നുമ്മല കയറ്റം ഒരു 1.5 കയറ്റമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പാന്ന് ഒരു ഇറക്കം കിട്ടിയത്. ഇനി കുറേ അങ്ങോട്ട് ഇറക്കം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സൂര്യൻ്റെ വെയിൽ കൂടി വരുന്നുണ്ട്. നമ്മൾ മാക്സിമം പകൽ ചവിട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹാൾട്ട് ചെയ്യേണ്ട വന്നു. ചായ കുടിക്കാൻ പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിരുന്നു. നമ്മൾ മാക്സിമം രാവിലെ ചവിട്ടാൻ നോക്കുക. രാവിലെ തന്നെ സൂര്യൻ്റെ വെയിൽ കൂടിയാൽ ചവിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി അങ്ങോട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെയിലത്ര പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. രാത്രി എത്രയും പെട്ടെന്ന് പാലക്കാട് പിടിക്കാൻ നോക്കുക. എന്നിട്ട് അവിടുന്ന് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാം പാലക്കാട് പോയിട്ട്. നല്ല അടിപൊളി പുഴ. ആ ബാനറിലെയും കുറച്ചും കൂടി വൃത്തി ഉണ്ടാവുമായിരുന്നു പുഴക്ക്. പെരിന്തൽമണ്ണയാണ് സ്ഥലം. നല്ല ആൽമരത്തിൻ്റെ ചോട്ടിൽ എല്ലാം നിൽക്കുന്നത്. ബിരിയാണി അടി. ആൽമരത്തിൽ ഫുള്ള് വവ്വാൽ. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനി ആ കാണുന്ന കുന്നിന് മുകളിലേക്ക് കയറുക. കുറച്ചും കൂടി പോയാൽ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അമ്മിനിക്കാടാണ് സ്ഥലം. അപ്പോൾ ഈ കൊടുക്കുത്തിമല റോഡിന് അടുത്താണ് ഇപ്പോൾ ഈ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ ഇതിനടുത്ത് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇവരൊക്കെ പറഞ്ഞു വെള്ളമൊന്നും ഇപ്പോൾ ഇല്ലയെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ടെൻ്റ് അടിക്കാനായിട്ട് സ്ഥലം നോക്കിയിട്ട് പോവുകയാണ്. സമയം ഉച്ചക്ക് 2 മണിയായി. നമ്മൾ ടെൻ്റ് റെഡിയായി. ടെൻറ്റിനകത്തേക്ക് കിടക്കാം. പുറത്ത് നല്ല കാറ്റുണ്ട്, പക്ഷേ ഉള്ളിലേക്കൊന്നും എത്തുന്നില്ല. എന്നാലും പ്രശ്നമില്ല, കുറച്ച് തണലുണ്ട്. കുറച്ച് സമയം ഉറങ്ങിയിട്ട് വീണ്ടും റൈഡ് നടത്താം. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ ഉറങ്ങി ടെൻ്റൊക്കെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ലൊരു റബ്ബർ തോട്ടത്തിലാണ് നമ്മൾ ടെൻ്റ് കെട്ടിയിട്ടുള്ളത്. നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ടെൻ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോകാൻ പോകണം. കരിങ്കല്ലത്താണി കരിങ്കല്ലത്താണിന്ന് ചായയും കുടിച്ച് നമ്മൾ വിട്ടു. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ തൊടുകാപ്പ് വന്ന് ഇക്കോ ടൂറിസ്റ്റ് പ്ലേസ് കാണാം ഇടതുവശത്ത്. 6:15. ഇനി പാലക്കാടേക്ക് 50 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നേരെ ഇരുട്ടും. പെട്രോൾ പമ്പിൽ നിന്ന് വെള്ളമൊക്കെ ശേഖരിച്ച് വെള്ളം കുടിച്ച് റെസ്റ്റും എടുത്ത് നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. കുന്തിപ്പുഴ പാലത്തിലേക്ക് കിടക്കുകയാണ്. കോടതിപ്പടി മണ്ണാർക്കാടാണ്. അങ്ങനെ നമ്മൾ ചിറക്കൽപ്പടിയിലെ ഹോട്ടൽ ഷൻസാസിൽ നിന്നും ഫുഡ് കഴിച്ച് മടങ്ങാമെന്ന് വിചാരിച്ചു. പൊറോട്ട, കടായി ചിക്കൻ, ബീഫ് ഫ്രൈ, ചിക്കൻ കറിയിൽ മുക്കി. അങ്ങനെ നമ്മൾ 11 മണിക്ക് പാലക്കാട് ഒലോക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെയാണ് നമ്മളെ തിരിച്ചു പോകേണ്ട ബസ് കണ്ടത്. അപ്പോൾ അവിടെ മെഡ്ലി റീജൻസി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ രാവിലെ തന്നെ നമുക്ക് പാലക്കാട് ഒന്ന് കറങ്ങാം. ഗുഡ് നൈറ്റ്.